എല്ലാവർക്കും നമസ്കാരം. സർക്കാർ ജോലി അന്വേഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ മികച്ച ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആൻഡമാൻ ആൻഡ് നിക്കോബർ അഡ്മിനിസ്ട്രേഷൻ പുറത്തിറക്കിയിരിക്കുന്ന CHSL റിക്രൂട്ട്മെന്റ് 2026 നോട്ടിഫിക്കേഷനാണ് നമ്മൾ വിശദമായിട്ട് പരിശോധിക്കുന്നത്. 12ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെയുള്ള വിവിധ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ അവസരമുള്ള വലിയ റിക്രൂട്ട്മെന്റ് ആണിത്. ആകെ 716 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സർക്കാർ ജോലി സ്വപ്നം കാണുന്നവർക്ക് ഈ അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഈ റിക്രൂട്ട്മെന്റിലൂടെ ലോവർ ഗ്രേഡ് ക്ലർക്ക്, സ്റ്റെനോഗ്രാഫർ, സ്റ്റോർ കീപ്പർ, ഡീപോട്ട് ക്ലർക്ക്, ലബോറട്ടറി അസിസ്റ്റന്റ്, വെറ്റിനറി കമ്പൗണ്ടർ, പാഡ്വരി വില്ലേജ് ലെവൽ വർക്കർ, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, ഫീൽഡ് അസിസ്റ്റന്റ്, ടൈപ്പിസ്റ്റ്, സെയിൽ അസിസ്റ്റന്റ് തുടങ്ങിയ നിരവധി തസ്തികയിലേക്കാണ് നിയമനം നടക്കുന്നത്. വിവിധ വകുപ്പുകളിലായി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതിനാൽ വിവിധ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. ചില പോസ്റ്റുകൾക്ക് +2 യോഗ്യത മതിയാകുമ്പോൾ മറ്റു ചില പോസ്റ്റുകൾക്ക് ITI ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി യോഗ്യത ആവശ്യമായി വരും. അതിനാൽ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന തസ്തികയുടെ യോഗ്യത നിർബന്ധമായിട്ടും പരിശോധിക്കണം. ഓൺലൈൻ അപേക്ഷ നടപടികൾ ജൂൺ 15, 2026 മുതൽ ആരംഭിക്കുന്നതാണ്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂലൈ 5, 2026 ആണ്. അവസാന ദിവസങ്ങളിൽ സെർവർ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കഴിയുന്നത്ര നേരത്തെ അപേക്ഷ സമർപ്പിക്കുന്നത് നല്ലതാണ്. അപേക്ഷകൾ ഓൺലൈൻ വഴി മാത്രമാണ് സ്വീകരിക്കുന്നത്. രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം വ്യക്തിഗത വിവരങ്ങൾ, വിദ്യാഭ്യാസ വിവരങ്ങൾ, ഫോട്ടോ, സിഗ്നേച്ചർ എന്നിവ അപ്ലോഡ് ചെയ്ത് അപേക്ഷ സബ്മിറ്റ് ചെയ്യാം. പ്രായപരിധിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണയായി 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. ചില തസ്തികകളിൽ ഉയർന്ന പ്രായപരിധി അനുവദിച്ചിട്ടുണ്ടാകാം. SC/ST, OBC ഉൾപ്പെടെയുള്ള സംവരണ ഭാഗങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ചട്ടപ്രകാരം പ്രായയിളവും ലഭിക്കുന്നതാണ്. അതിനാൽ പ്രായപരിധി സംബന്ധിച്ച വിശദാംശങ്ങൾ നോട്ടിഫിക്കേഷനിൽ നിന്ന് പരിശോധിക്കുന്നത് വളരെ പ്രധാനമാണ്. ശമ്പളത്തിന്റെ കാര്യത്തിലും ഈ റിക്രൂട്ട്മെന്റ് ആകർഷകമാണ്. 7ാം ശമ്പള കമ്മീഷൻ അടിസ്ഥാനമാക്കിയുള്ള പേ മെട്രിക് പ്രകാരമാണ് നിയമനം. വിവിധ തസ്തികകൾക്കനുസരിച്ച് പേ ലെവൽ 2 മുതൽ പേ ലെവൽ 6 വരെ ശമ്പളം ലഭിക്കും. അടിസ്ഥാന ശമ്പളത്തിന് പുറമെ ഡിയർനെസ് അലവൻസ്, ഹൗസ് റെന്റ് അലവൻസ്, ട്രാവൽ അലവൻസ് എന്നിവയെ ലഭിക്കുന്നതിനാൽ മികച്ച സർക്കാർ ജോലിയായി ഇതിനെ കണക്കാക്കാം. സെലക്ഷൻ പ്രോസസ് പ്രധാനമായും ടേബിളറ്റ് ബേസ്ഡ് ടെസ്റ്റ് മുഖേനയായിരിക്കും. ജനറൽ ഇന്റലിജൻസ്, ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് തുടങ്ങിയ വിഷയങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ചില പ്രത്യേക തസ്തികകൾക്ക് സ്കിൽ ടെസ്റ്റ്, ട്രേഡ് ടെസ്റ്റ്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്നിവയും ഉണ്ടായേക്കാം. എഴുത്ത് പരീക്ഷയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഉദ്യോഗാർത്ഥികളെ തുടർന്ന് ഡോക്യുമെന്റ് വെരിഫിക്കേഷന് വിളിക്കുന്നതാണ്. സർക്കാർ ജോലിക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇത് വളരെ മികച്ച അവസരമാണ്. ഒഴിവുകളുടെ എണ്ണം കൂടുതലായതിനാൽ മത്സരവും ഉണ്ടാകും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ പരീക്ഷാ തയ്യാറെടുപ്പ് ആരംഭിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ്, ഗണിതം എന്നീ വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച വിജയസാധ്യത വർദ്ധിപ്പിക്കാൻ കഴിയും. 12ാം ക്ലാസ് അല്ലെങ്കിൽ അതിന് മുകളിലുള്ള യോഗ്യതയുള്ളവർ ഈ അവസരം തീർച്ചയായും ഉപയോഗപ്പെടുത്തണം. ഇതായിരുന്നു ഇന്നത്തെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ CHSL റിക്രൂട്ട്മെന്റ് 2026 സംബന്ധിച്ച പ്രധാന വിവരങ്ങൾ. കൂടുതൽ സർക്കാർ ജോലി വാർത്തകളും റിക്രൂട്ട്മെന്റ് അപ്ഡേറ്റുകളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയറും ചെയ്യുക. നെക്സ്റ്റ് ഒരു ജോബ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.